ഹായ്, യുനോയ ഇംഗ്ലീഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കായിരുന്നു, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് എങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് പല എലമെന്റുകൾ വേണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് പല പല സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതുപോലെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് എലമെന്റുകൾ വേണം. അതിൻ്റെ അകത്ത് ഒരു എലമെന്റിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു യുനോയ ഇംഗ്ലീഷ്. ഫ്ലുവൻസി എന്താണെന്ന് പലർക്കും ഒരു സംശയം കാണും. ആദ്യം ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. ഫ്ലുവൻസി എന്ന് വെച്ചാൽ പലരും ചിന്തിക്കുന്നത് ചറവറ സംസാരിക്കുക. നോ, യു ആർ റോങ്. ഇറ്റ്സ് നോട്ട് ദ ഫ്ലുവൻസി. ഫ്ലുവൻസി എന്ന് പറയുന്നത് എവിടെയും സ്റ്റക്ക് ആകാതെ, എനിക്ക് ഈ സിറ്റുവേഷനിൽ ഞാൻ എന്ത് വാക്ക് ഉപയോഗിക്കണം എന്ന് സ്റ്റക്കായി ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുക, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഏതെങ്കിലും വിധേന എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന, എനിക്കിപ്പോൾ മാർക്കറിനെ പറ്റി പറയണമെങ്കിൽ, ബട്ട് എനിക്ക് മാർക്കർ എന്നുള്ള വേർഡ് എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഈ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഇഫ് യു ഹാവ് ഫ്ലുവൻസി ഓർ നോട്ട് എന്ന് നമ്മൾ പറയുന്നത്. സോ എനിക്ക് ഈ മാർക്കറിനെ പറ്റി പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഈ കാര്യം എന്നെ കേൾക്കുന്ന ഒരാളോട്, എൻ്റെ ലിസണറോട് ഞാനിത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു, അയാൾക്ക് ഈ മാർക്കർ എന്നുള്ള പേര് ഞാൻ പറയാതെ തന്നെ മാർക്കറാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കുന്ന പക്ഷം യു ആർ ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. സോ ഫ്ലുവൻസി ഒരിക്കലും സ്പീഡുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ ഫ്ലുവൻസി നമുക്ക് സ്റ്റക്ക് ആകാതെ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷിലുള്ള ബേസിക് ആയിട്ടുള്ള പല വാക്കുകളും അല്ലെങ്കിൽ പല കോണ്ടെക്സ്റ്റുകളും അറിയേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരു സംഭവമാണ് പ്രനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രനൗൺസ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയമെടുത്ത് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് പ്രനൗൺസ് എന്ന് പറയുന്നത്. പലർക്കും അറിയായിരിക്കും, ഇതൊരു ഗ്രാമർ ക്ലാസ് അല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തിനാണ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ എന്ത് സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ടും 5 രീതിയിലുള്ള പ്രൊനൗണുകളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ അകത്ത് 3 പഠിച്ചാൽ മതി, 2 അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ചുള്ള സെൻസുകളൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. സോ അപ്പോഴത്തേക്കും നമ്മളത് ഓട്ടോമാറ്റിക്കലി പഠിച്ചു. സോ തുടക്കത്തിൽ നമ്മൾ പഠിക്കേണ്ടത് 3 കാറ്റഗറിയാണ്. ഒന്നാമത്തത് സബ്ജക്റ്റീവ് പ്രൊനൗൺസ്, 2 ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ്, 3 പൊസസീവ് പ്രൊനൗൺസ്. ഇത് കൂടാതെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്രൊനൗൺ ഉണ്ട്, പിന്നെ റിഫ്ലക്സീവ് പ്രൊനൗൺ ഉണ്ട്. ഡയറക്റ്റ് പ്രൊനൗൺസ് ആണ് ഇതല്ല. ഇനി മറ്റ് നമ്മൾ വേറെ രീതിയിൽ പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ പ്രൊനൗൺസ് വേറെ ഉണ്ട്. അത് നമുക്ക് അടുത്തുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്താണ് എന്നുള്ളതാണ്, അതിന്റെ ഉപയോഗം എന്താണ്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും കേട്ടോ. സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും ഇതിന്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഇത്രയും വാക്കുകളാണ് ഇംഗ്ലീഷിലെ സബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആയിട്ട് വരിക. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. നിങ്ങൾ നെറ്റിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ ആയിരിക്കില്ല അവിടെ കാണാം കേട്ടോ. ഇത് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർഡറിൽ പഠിപ്പിക്കുന്നത്. സോ ഐ എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്നാണ്. പക്ഷെ അതിന് എനിക്ക് എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഐ എന്നുള്ളതിനർത്ഥം എനിക്ക് എന്നാണ്. സോ പൊസിഷൻസ് പറയുമ്പോൾ ഹാവ് എന്നുള്ളത് വരുമ്പോൾ എനിക്ക് അവിടെ ഐ എന്നുള്ള വാക്കിന്റെ കൂടെ വരുന്നത് അർത്ഥം എനിക്ക് എന്നാണ്. ഞാൻ വരുമ്പോൾ ഞാനാണ് അർത്ഥമായിട്ട് വരുന്നതെങ്കിൽ ഐ ആം എന്നാണ് ചേർക്കുക, അല്ലെങ്കിൽ ഐ വാസ്, അങ്ങനെയൊക്കെയാണ് ചേർക്കുക. സോ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നും എനിക്ക് എന്നും അർത്ഥമുണ്ട്. വി എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നും ഞങ്ങൾക്ക് എന്നും അർത്ഥമുണ്ട്. ഓക്കെ, ഞങ്ങൾ എന്നും ഞങ്ങൾക്ക് എന്നും, മുകളിലത്തെ കോണ്ടെക്സ്റ്റ് തന്നെ ഞങ്ങൾ എന്നും ഞങ്ങൾക്ക് എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെയാണ് താഴെ വരിക. ഞാനൊന്ന് ഫിൽ ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ വരാം. നമ്മൾ ഞങ്ങൾക്ക് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. യു, നീ എന്നും നിനക്ക് എന്ന അർത്ഥമുണ്ട്. അതുപോലെ നിങ്ങൾ എന്നും നിങ്ങൾക്ക് എന്നും അർത്ഥമുണ്ട്. കാരണം ഇതിൽ സിംഗുലറും പ്ലൂറലും നീ എന്നുള്ള വാക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ 4 അർത്ഥങ്ങൾ വന്നിരിക്കുന്നത്. ദേ എന്നുള്ളതിന് അവർ എന്നും
അവർക്ക് എന്നും അർത്ഥമുണ്ട്. ഹി എന്നുള്ളതിന് അവൻ എന്നും അവന് എന്നും അർത്ഥമുണ്ട്. ഷീ അവൾ, അവൾക്ക്, ഇറ്റ് ഇത്, ഇതിന്. ഇനി എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുക? അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം, എന്തുകൊണ്ടാണ് സബ്ജക്റ്റീവ് പ്രൊനൗൺ അല്ലെങ്കിൽ ഇതിന്റെ അകത്തെ പ്രത്യേകത എന്താ? ഒന്നാമത്തത് ഐ ആൻഡ് വി, ഇതിനെ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് എന്നാണ് വിളിക്കുക. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ. കാരണം ഐയും വിയും സംസാരിക്കുന്ന ആൾക്കാരാണ്. ഐ ആൻഡ് വി സംസാരിക്കുന്ന ആൾക്കാരാണ്. യു സെക്കൻഡ് പേഴ്സൺ ആണ്. കാരണം യു എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കുന്ന ആൾക്കാരാണ്. ഇനി ദൈ മുതൽ ഇറ്റ് വരെയുള്ളതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ പ്ലൂറൽ. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അവരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. സോ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് തേർഡ് പേഴ്സണെ പറ്റി സംസാരിക്കുക. അങ്ങനെയാണ് ഞാനിത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്താണ് ഇതിന്റെ ഉപയോഗം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഉപയോഗിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സെൻസ് ചെയ്തേക്കുന്നുണ്ടോ? ദ മദർ ബീറ്റ്സ് അപ്പ് ഹെർ ഡോട്ടർ ബിക്കോസ് ഷീ വാസ് ഡ്രങ്ക്. ഇതൊരു സിമ്പിൾ സെൻസ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ ഷീ ആർക്ക് റെഫർ ചെയ്യുന്നതാന്ന് അറിയില്ല. കാരണം ദ മദർ ബീറ്റ്സ് അപ്പ് എ ഡോട്ടർ, അമ്മ മകളെ അടിച്ചു കാരണം അവൾ കുടിച്ചിരിക്കുകയായിരുന്നു. സോ അമ്മ കുടിച്ചിട്ട് അടിച്ചതാണോ അതോ മകൾ കുടിച്ചത് കൊണ്ട് അമ്മ മകളെ അടിച്ചതാണോ എന്നുള്ള കൺഫ്യൂഷൻ ഈ സെൻസ് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് വരും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രനൗൺ ഉപയോഗിക്കുന്നത് എപ്പോഴും തൊട്ട് മുൻപേ പറഞ്ഞ ഒരു നൗണിനെ റെഫർ ചെയ്യാനാണ്. സോ ഷീ എന്നുള്ളത് റെഫർ ചെയ്യുന്നത് ഗേൾസ് കാറ്റഗറിയാണ് അല്ലെങ്കിൽ വിമൻ കാറ്റഗറിനെയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഷീ എന്നുള്ള വേർഡിന് തൊട്ട് മുൻപ് ഏത് വേർഡാണോ ഗേൾസിനെ റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിമനെ റെഫർ ചെയ്യുന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഓഫ് കോഴ്സ് കുടിച്ചിരിക്കുന്നത് മകളാണ്. മകളെയാണ് അങ്ങനെ കുടിച്ചത് കൊണ്ടാണ് അമ്മ മകളെ തല്ലിയത്. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള കോമൺ സെൻസുകളിൽ ഇത് മനസ്സിലാക്കേണ്ട രീതി. എന്ന് വെച്ചാൽ എവിടെയാണോ പ്രനൗൺ ഉള്ളത് അതിന് തൊട്ട് മുൻപിലുള്ള നൗൺ എന്താണോ അതിന് വേണ്ടിയിട്ടാണ് ആ പ്രനൗൺ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിക്കോസ് ദ മദർ വാസ് ഡ്രങ്ക് അങ്ങനെ എടുത്തു പറയണം. ഓക്കെ? അല്ലെങ്കിൽ ദ ഡോട്ടർ വാസ് ഡ്രങ്ക്. സോ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വ്യക്തമായിട്ട് അങ്ങനെ ഒരു സെൻസിൽ പറയുന്നില്ല എങ്കിൽ, പ്രനൗൺ ഉപയോഗിച്ചിട്ടാണ് അവിടെ പറയുന്നത് എങ്കിൽ, തൊട്ട് മുൻപിലുള്ള വേർഡിന് വേണ്ടിയിട്ടാണ് ആ വേർഡ് റെഫർ ചെയ്തേക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ഫാദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫാദർ ബീറ്റ്സ് അപ്പ് ഹിസ് ഡോട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ ഷീ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഡോട്ടർ ആണ് മദ്യപിച്ചിരിക്കുന്നത് അല്ലെ? ഇങ്ങനെ മദർ ഫീമെയിലിനെ റെഫർ ചെയ്യുന്നതാണ്, ഡോട്ടറും ഫീമെയിലിനെ റെഫർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഷീ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകുന്നത്. ഓക്കെ? സോ അതിന്റെ റൂൾ ഇത്രയേ ഉള്ളൂ. ഏതാണോ തൊട്ട് മുൻപിലുള്ള ഫീമെയിലിനെ റെഫർ ചെയ്യുന്ന വേർഡ് ആ വേർഡിനാണ് ഷീ എന്നുള്ള വേർഡ് പറയാ. സോ ഇവിടെ നോക്കിയ ഹെർ, ഹെയർ എന്ന് പറയുന്ന ഒരു പ്രൊനൗൺ വന്നിട്ടുണ്ട്. സോ ഇത് റെഫർ ചെയ്യുന്ന എന്താ? ഇത് ഫീമെയിൽ അല്ല, ഇത് ഫീമെയിൽ അല്ല, ഇത് ഫീമെയിൽ അല്ല. സോ ഇതാണ് ദ മദർ ബീറ്റ്സ് അപ്പ് ഹെർ ഡോട്ടർ. ആരുടെ? മദർ, മദറിന്റെ ഡോട്ടറെ. അങ്ങനെയാണ് തൊട്ട് മുൻപിലുള്ളത് റെഫർ ചെയ്യുന്നത്. ഓക്കെ? അങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചേർക്കുക. ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച പ്രൊനൗൺസ്, സബ്ജക്റ്റീവ് പ്രൊനൗൺസ്, ഇത് എവിടെ ഉപയോഗിക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സബ്ജക്റ്റീവ് പ്രൊനൗൺസ് വരുന്നത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, ഇതിനു മുമ്പ് ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ അത് പോയി കാണാം. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾ ഐ എന്നുള്ള വാക്ക് ചേർക്കണം. നേരെ മറിച്ച് അവൻ എനിക്കൊരു പൂ തന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആ സെയിം വേർഡ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്, എനിക്ക്. പക്ഷെ അവിടെ നമുക്ക് ഐ എന്നുള്ള ചേർക്കാൻ പറ്റില്ല, കാരണം അത് ഒബ്ജക്റ്റീവ് ആണ്. സോ അവിടെ നമ്മൾ മീ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കേണ്ടത്. സോ ആദ്യം സബ്ജക്റ്റീവ് എന്താണ്, സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ ഒരു ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, അതൊന്ന് കയറി കാണാത്തവര് അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തവര്. നമ്മൾ സബ്ജക്റ്റ് പലപ്പോഴും പല ടീച്ചേഴ്സും പറഞ്ഞു കേട്ട പോലെയല്ല, അതിൽ ഡിഫറൻസസ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലാംഗ്വേജ് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. സോ അത് മനസ്സിലാക്കാം. സബ്ജക്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന വാക്കുകൾ വരുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അവന് ഒരു കാർ ഉണ്ട്, ഹി ഹാസ് എ കാർ. അവർക്ക് ഒരു ഗാർഡൻ ഉണ്ട്, ദേ ഹാവ് എ ഗാർഡൻ. ദേ ഹാവ് എ ഗുഡ് ഗാർഡൻ, ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ അറേഞ്ച്ഡ് ഗാർഡൻ. നമുക്കത് പറയാൻ പറ്റും. സോ അവിടെ ദേ എന്നുള്ളതാണ് അവർക്ക് എന്നുള്ള വേർഡ് വരിക. നേരെ മറിച്ച് ഞാൻ അവർക്ക് ഒരു നോട്ടീസ് അയച്ചു, ഐ സെൻഡ് എ നോട്ടീസ് ടു ദം. അവർക്ക് അവിടെ സെയിം അർത്ഥമാണ് വന്നിരിക്കുന്നത്, പക്ഷെ വേറെ വാക്കാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിത് മനസ്സിലാക്കണം. ഇംഗ്ലീഷിലെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സോ ഇന്നത്തെ ലെസൺ ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റീവ് പ്രൊനൗൺസ് മാത്രമേ ഞാൻ പറഞ്ഞത്.
ഇനി അടുത്ത ലെസണിൽ ഒബ്ജക്റ്റീവ് പ്രൊനൗണും പൊസസീവ് പ്രൊനൗൺസും എടുത്തു തരാം. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ലെസണായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.